പേരോടിൻ്റെ പഴയകാല ഒരു പ്രസംഗം കൊണ്ടുവരാം. അതിലയാൾ ശംസുൽ ഉലമയെ ഉദ്ധരിക്കുകയാണ്. ശംസുൽ ഉലമക്ക് മാറ്റമുണ്ടായി എന്നാണ് പേരോട് പറയുന്നത്. എങ്ങനെ? ശംസുൽ ഉലമ എന്ന മശായിഖിൻ്റെ മടിത്തട്ടിൽ ജീവിച്ച ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമെന്ന് ഇന്ന് അവരും സമ്മതിക്കുന്ന ശംസുൽ ഉലമ ഇന്ന് പറയാൻ ധൈര്യമുണ്ടവരേക്ക്. അന്ന് ശംസുൽ ഉലമൻ്റെ ആ ശബ്ദം വരെ എടുത്ത് നോക്കുകയാണ്. ആകണമെന്നില്ല, എന്നാലും ഒരു ശ്രമം. എന്നിട്ട് അയാൾ പറയുന്നത് ശംസുൽ ഉലമക്ക് മനം മാറ്റമുണ്ടായി. ഏത് മനം മാറ്റം? സുന്നിയിൽ നിന്ന് മനം മാറ്റമുണ്ടായി. മനം മാറ്റമുണ്ടായി എന്നതിൻ്റെ തെളിവെന്താ? പേരോടിനെ സംബന്ധിച്ച് ശംസുൽ ഉലമ പറഞ്ഞത്രേ. അതുകൊണ്ട് അത് അയാളെന്നെ പറഞ്ഞത് നന്നായി. ഇനി നമ്മളത് പറഞ്ഞാലേ പറഞ്ഞില്ല അറിയില്ലേ. ആദ്യമൊക്കെ എന്നെ വിളിച്ച് മുജാഹിദുകൾക്കെതിരെ നന്നായി പറയണം എന്ന് പറഞ്ഞിരുന്ന ഇക്കെ ഒരിക്കൽ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടു. അപ്പം ഇയാളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്രേ? അവൻ ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് പ്രസംഗവുമായി നടക്കുകയാണ്. ആര്? പേരോട്. അതിൻ്റെ അപ്പുറം ആ ചങ്ങാതിൻ്റെ അടുത്തൊന്നുമില്ല എന്ന് ആർക്കറിയാം? ശംസുൽ ഉലമക്കറിയാം. ഒരു റെഡിമെയ്ഡ് സാധനം. ആ റെഡിമെയ്ഡ് ആരാണോ റെഡിയാക്കി കൊടുത്തതിനനുസരിച്ച് ഇങ്ങനെ പോവും. ശംസുൽ ഉലമ ഇയാളെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും നേരത്തെ തന്നെ. അതുകൊണ്ട് ഇയാളെ പ്രസംഗം ശരിയല്ല എന്ന് പറഞ്ഞതാ. പക്ഷെ ഇയാൾ പറയുന്നത് എന്തിനാ? ഞാൻ സുന്നി പറയുന്നത് ശംസുൽ ഉലമക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് മനം മാറ്റം ഉണ്ടായി എന്ന് പറയാൻ. ഇത് അയാൾ തന്നെ പറഞ്ഞു തന്നുകൊണ്ട് ഇനിയിപ്പോൾ തെളിവായല്ലോ. ഇയാൾ ആരാന്ന് ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സുന്നത്ത് അയക്കാത്തതെന്ന് ആരെക്കുറിച്ച് പറഞ്ഞതാ ഇനി സംശയിക്കും വേണ്ട. അപ്പോൾ ശംസുൽ ഉലമയെക്കുറിച്ച് പേരോട് പറയുന്നു എന്ന് ശ്രദ്ധിക്കുങ്ങൾ. ഭാഷണത്തിലാണ് APS അവസ്ഥയിൽ പുറത്താക്കണമെന്ന് ഇകയോട് സുകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്. ഇപ്പോഴും എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയില്ല. നമുക്ക് പെർമിറ്റിംഗ് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഇകയോ മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതായിട്ട് സന്തോഷമുണ്ടെന്ന് നാസീർ വിളിച്ച ആളാണ്. എന്നാൽ അതേ ഇകയോ മുസ്ലിയാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ ജോലിയോട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നതിനെതിരായി ഈ കെയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാതുകൊണ്ട് ഞാൻ നേരിൽ കേട്ടത് എനിക്കൊന്നും ഓർമ്മയുണ്ട്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞു. അങ്ങനെ ഈ കേൾക്കുന്ന ഒരു മനമാറ്റമുണ്ടായി. അവസാനം നിങ്ങൾ മുജാഹിദിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ച് പറഞ്ഞത് അവനിപ്പോൾ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് ശംസുൽ ഉലമ പറഞ്ഞു. അത് മാറ്റമാണ് എന്നാ പേരോട് പറഞ്ഞു. ഞാൻ നല്ല പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ റെഡിമെയ്ഡ് പ്രസംഗം എന്നാ ശംസുൽ ഉലമ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നിട്ട് ശംസുൽ ഉലമയുടെ സുന്നിസം പോരാന്നാ അതിൻ്റെ ബാക്കി പറയുന്നത്. ശംസുൽ ഉലമ പറയുകയുണ്ടായി, തറാവീഹ് എത്ര നിസ്കരിച്ചാൽ എന്തടാ എന്നൊക്കെ ശംസുൽ ഉലമ ചോദിച്ചു എന്ന് ഇയാൾ പറയുന്നുണ്ട്. വിടലാന്ന് യാതൊരു സംശയവും ഉണ്ടാവില്ല. കാരണം നമ്മളെക്കുറിച്ച് ഇയാൾ പറഞ്ഞൊക്കെ നമ്മളെടുത്തുണ്ട്. അത് ഫുള്ള് വിടലാന്ന് നമുക്ക് ഉറപ്പുള്ളതല്ലേ. ഇയാൾ കേട്ടു എന്ന് പറഞ്ഞ മാതിരിയാ പറയാ അധികവും. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണം അത് അധികവും കള്ളത്തരാവും. ഇയാൾ പറയും ഞാൻ കേട്ടതല്ലാതെ പറയൂല. അത് ഞാൻ തെളിയിച്ചുതരാം. ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഇയാൾ ഈ പറഞ്ഞതൊക്കെ അബദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതായാലും പറഞ്ഞു വരുന്നത് മഹാനരായ ശംസുൽ ഉലമ അവർക്ക് ആദർശത്തിൽ മാറ്റമുണ്ടായി എന്ന് പേരോട് തറാവീഹ് അടക്കം ഉദ്ധരിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്കി. പഴയതാ. അദ്ദേഹം അതിൽ പിന്നീട് തോപ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് അങ്ങനെ ഒരു മനമാറ്റമുണ്ടായി. ആ മനമാറ്റമുള്ള കാലത്ത് എനിക്ക് പ്രസംഗിച്ചു തറാവീഹ് 20 വട്ടം വന്ന പ്രശ്നം കൈ എവിടെ കിട്ടിയാൽ എന്താണ്? പ്രസംഗിച്ചത് നേരിൽ കേട്ടവരാണ് ഞങ്ങൾ. നിഷേധിക്കാൻ കഴിയോ? അപ്പൊ നമ്മുടെ ആലിമികൾ ഇതിനെ സംബന്ധിച്ച് അന്താളിച്ചു. അതോടുകൂടെ പിന്നെ നടന്ന നാടകങ്ങളൊക്കെ പലരാണ്. സമസ്ത കേരള ജമിയത്തുള്ള വലിയൊരു മുദ്രസമാരെടുക്കുന്നതിന് പകരം ദിവസേന ക്ലീൻ ഷേവിംഗ് ചെയ്യുന്ന ആളുകളെ ആ മുശാവറിലേക്ക് നോമിനേറ്റ് ചെയ്തു. അന്ന് നടത്തിയ പ്രസംഗങ്ങളാ ഇതൊക്കെ യൂട്യൂബിലൊന്നുണ്ട്. എന്തായാലും പറഞ്ഞ് ശംസുൽ ഉലമക്ക് സുന്നി പോരാ, സുന്നിയിൽ നിന്ന് തന്നെ മാറി. തറാവീഹ് എത്ര നിസ്കരിച്ചാൽ എന്തടാ, കൈ എവിടെ കെട്ടിയാൽ എന്തടാ എന്നൊക്കെ ശംസുൽ ഉലമ പ്രസംഗിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നമ്മളോടൊക്കെ വയത് പറഞ്ഞിട്ടുണ്ടാവും. അത് ശംസുൽ ഉലമ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ശംസുൽ ഉലമക്ക് സുന്നി പോരാ. അന്നത്തെ കാലത്ത് മുശാവറയിലേക്ക് പോകുന്നവർ രാവിലെ സേവ ചെയ്തിട്ടാണ് പോവുക. നോക്കുങ്ങൾ, ഇതൊക്കെ അന്ന് പറഞ്ഞുണ്ടാക്കിയതാ അവര്. ഇപ്പോൾ വലിയ സുജായിയായ ആളുകളായി നടക്കുക.
നടക്കുങ്ങൾ. ഇപ്പോൾ ശംസുലമൻ്റെ ആളുകളാണ് എത്രയാ വരും. ഇപ്പോൾ അതാ പറഞ്ഞു നോക്കണേ. അതാ ഞാൻ പറഞ്ഞ് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ശംസുൽ ഉലമയുടെ പേരിൽ കള്ളത്തരായിരുന്നു അന്ന് പറഞ്ഞത് മുഴുവനും. ശംസുൽ ഉലമ വഹാബിൻ്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞല്ലോ, നദ്വി സാഹിബിൻ്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശംസുൽ ഉലമ അതിന് മറുപടി പറഞ്ഞാൽ എന്താ? ഇന്ന് യൂട്യൂബിലുണ്ടത്. നദ്വി സാഹിബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കറകളഞ്ഞ ഹനഫി മദ്ഹബുകാരനും നക്ഷബന്ദി ത്വരീഖത്തുകാരനുമാണ്, സുന്നിയാണെന്ന ധാരണയിലാണ് ഞാൻ ഇരുന്നത് എന്ന് ശംസുൽ ഉലമ എന്നെ പറയുന്നുണ്ട്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷെ ശംസുൽ ഉലമയുടെ പേരിൽ അന്നിവർ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ശംസുൽ ഉലമക്ക് സുന്നി പോരാ എന്ന് പറഞ്ഞത് എല്ലാം പച്ച കള്ളങ്ങളായിരുന്നു എന്ന് ഇന്ന് ലോകത്ത് തെളിഞ്ഞു വരികയാണ്. ഇന്ന് അവർക്കത് പറയാൻ ധൈര്യമുണ്ടോ? എന്നാ പേരോടൊന്നൊന്ന് പറയട്ടെ. ഇത് ശംസുൽ ഉലമയെ മണ്ണിട്ട് മൂടിയിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് മക്കാം ഉണ്ടാക്കാന്ന് വിചാരിച്ച് നടന്നതായിരുന്നല്ലോ, അത് പൊളിഞ്ഞില്ലേ. ഇനി നിങ്ങൾക്കത് പറയാൻ പോലും കഴിയില്ല. ഇത് നമ്മൾ അനുഭവിച്ചു. എങ്ങനെ നമ്മൾ അനുഭവിച്ച്? ഒന്നിനായ ശൈഖുനാക്കെതിരിൽ ഇവർ 2013 തീരുമാനമെടുത്തു. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് ശൈഖുനാക്കെതിരെ തീരുമാനമെടുത്ത്? ശൈഖുനാക്കെതിരെ തീരുമാനമെടുത്തത് എന്തിനാന്ന് എന്തുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്? ശൈഖുനയെ ആളുകൾ കാണുന്നത് ഇവരുടെ സ്റ്റേജിൽ നിന്നാണ്. ഇപ്പം നമ്മളൊക്കെ ഈ പൂനൂരിൽ എന്തിനാ വന്നീന്? ഈ പൂനൂരിൽ നമ്മൾ എന്തിനാ വന്നിരുന്നത്? ഞാനൊക്കെ അക്കാലത്ത് ഈ മർക്കസ് ഗാർഡനിൽ ആദ്യമായിട്ട് വരുന്നത് ശൈഖുനായുടെ സബക്കിൽ പങ്കെടുക്കാനാണ്. ഇവിടെ ഈ പൂനൂർ ഗാർഡനിലാണ് സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്താൻ വന്നിരായ ശൈഖുനയെ ഏൽപ്പിച്ചത്. എന്നിട്ട് പിന്നെ അലവി സഖാഫിയോ മറ്റോ അവിടെ നമ്മളെ ഗുരുവട്ടൂർ വന്ന് പറഞ്ഞു കാലിലെ ചോപ്പ് മാറിയിട്ടില്ല. അതിന് കാലിലെ ചോപ്പ് മാറുന്നതിന് മുമ്പ് ബുഖാരി ഹിഫ്ളാക്കി വന്നതല്ലേ. ഇവനിപ്പോഴത് മാറിയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ബുഖാരി ദർസ് നിങ്ങളല്ലേ ഏൽപ്പിച്ചു കൊടുത്ത്? അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും കളി തുടങ്ങിയിട്ടില്ലല്ലോ, നമ്മൾ വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ വരുമ്പോൾ രണ്ട് കാര്യത്തിന് വരും. ഒന്ന് ശൈഖുനാൻ്റെ മജ്ലിസ് ഉണ്ടാവും. അന്ന് ഖുതുബുൽ ആലമൊക്കെ നിറഞ്ഞു നിന്ന് സംസാരിക്കുന്ന ഘട്ടമായിരിക്കും അന്ന്. പിന്നെ ശൈഖുനായുടെ ദർസ് ഉണ്ടാവും. ഏത് ദർസ്? ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾക്കാണ് ബുഖാരി ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. എന്നാൽ ഉസ്താദുമാരായി വരുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ആ ആളുകൾക്ക് സ്പെഷ്യൽ ദർസ് ഉണ്ടാവും. ആ ദർസിൽ ഞാൻ ഫസ്റ്റ് വന്നേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ കുലേണ്ടർ എന്താ പേര്? ബിസിനസ് മാൻ, അതിനെ പറഞ്ഞാലപ്പോൾ എല്ലാവർക്കും തിരിയുള്ളൂ. അയാൾ എന്നെ അയാളെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ പല ഉസ്താദുമാരെ ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ടാവും, അതുപോലെയല്ല ഇത്. മോന് ബിസിനസ് മൈൻഡാ. എന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നതാണ് എന്ത്? അവരെ മുമ്പിൽ ഇരിക്കുമ്പോൾ കൽബിയായ ദിക്റോട് കൂടി ഇരിക്കണം. കൽബിയായ ദിക്ർ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ദിക്ർ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഉണ്ടായാൽ മതി. കാരണം അത് സാധാരണ ആളല്ല, വളരെ അദബിലിരിക്കണം, ഉറങ്ങാൻ ഇങ്ങനത്തെ കുറേ നിബന്ധന പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ശൈഖുനയുടെ ദർസിലേക്ക്. എനിക്കത് ഓർമ്മയുണ്ടത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ അവിടെ വന്നിരുന്നതൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ശൈഖുന ഇങ്ങനെ നോക്കിയിട്ട് ഹസനല്ലേ മുന്നോട്ട് വന്നിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഇത് എടുക്കാൻ പോകണമെന്ന് ഓൽക്കാൻ തന്നെ ചിത്രം അറിയാലോ, ഈ മുന്നിലിരിക്കുന്ന സാധനങ്ങളല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അന്നത്തെ ആ ദർസ് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. സ്വപ്നനഗരിയിൽ അന്നത്തെ പള്ളിക്ക്, ആ പള്ളി ഉണ്ടായിട്ടില്ല, ഹവയിൽ തറക്കല്ലിട്ട പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ ആ പരിപാടിയിൽ ആരാ ദ്വാരിക്കുന്നത്? ഉസ്താദ് ശൈഖുനല്ലേ അന്ന് ദ്വാരുന്നത്. AP ഉസ്താദ് അടക്കം ഉണ്ടല്ലോ അന്ന്, എല്ലാവരും ഉണ്ടല്ലോ. ശൈഖുനൊന്ന് ദ്വാരിക്കുകയാണ്. ഇവിടെ ബുഖാരി ഇവിടെ നടത്തുമ്പോൾ മർക്കസിലുള്ള എല്ലാ സദസ്സുകളിലും ശൈഖുനുണ്ടെന്ന്. ഹിയാ സുന്നയിൽ മീലാദ് സമ്മേളനം ശൈഖുനയാണ് ദുആ. നമ്മളെ പോലെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ പോകാൻ ഇവരെ നമ്മളോട് പറയാണ്. എല്ലാ രംഗത്തും അതിലേറ്റവും വലിയ സംഭവമാണ് ശൈഖുന ദുബൈയിൽ പോയ സംഭവം.
ദുബൈയിലാണ് പോയി നോക്കുമ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് ആജിയന്മാരുണ്ട്. എല്ലാവരും വണ്ടിയായിട്ട് ഷെയ്ഖുനാൻ്റെ പിന്നിൽ ഇതിലൊന്ന് കയറി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എയർപോർട്ടിൽ നിന്ന് ഷെയ്ഖുന താമസിക്കുന്ന റൂമിലേക്ക് വന്നപ്പോൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. കാരണം 2 മുതലാളിമാർ ബാക്കിൽ തന്നെ ഉണ്ട്. രണ്ടാക്കും കാരണം ഒരാൾ പുതിയ കാർ അതിനായിട്ട് എടുത്തുകൊണ്ടെന്നാണ്. അപ്പോൾ ഷെയ്ഖുന ആദ്യം കുറച്ച് സമയം ഒരു കാറിൽ കയറി, പിന്നെ ഒന്ന് മാറി മറ്റേ കാറിലും കയറി. നോക്കുമ്പോൾ ഇവർ പല നേതാക്കന്മാരുണ്ട്, ആരും അങ്ങാടി കൊണ്ടുപോകാൻ പോലും ആരും ഇല്ലേനും. അന്ന് പല ഉറപ്പിച്ചിന് ഇത് പോയാൽ ഇതിങ്ങനെയാണ് പോയാൽ അന്ന് എന്താ സംഭവം? ആ ദുബൈ മർക്കസിലെ ഹോള് മുഴുവനും നിറഞ്ഞ് കവിഞ്ഞ് ഫുള്ളായിട്ട് ആളുകളൊക്കെ ഒന്ന് നന്നായി കരഞ്ഞ് റെഡിയായി. ആളുകൾ പൈസയും കൊടുക്കുകയാണ്. ഷെയ്ഖുന പറഞ്ഞു, പൈസ എനിക്ക് വേണ്ട, ഇവിടേക്ക് തന്നെ കൊടുത്താൽ മതി. ഓർക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും അത്. ഗൾഫ് പോയിട്ട് പൈസ കൊടുക്കുമ്പോൾ അത് ഇവിടെ കൊടുത്താൽ മതി എന്നാണ് ഷെയ്ഖുന പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടിയപ്പോൾ അന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചിന് ഇത് തീരുമാനമാക്കല്ലാതെ വഴിയില്ല. തീരുമാനം ആയില്ലെങ്കിൽ ഈ ആൾക്കാരൊപ്പം കൂടിയാൽ ഇവർക്ക് ഏടുന്ന് കഞ്ഞി കുടിക്കും, കഴിയൂല. ഇവർ വെറുതെ വിചാരിച്ചാണ് ഷെയ്ഖുന എല്ലാവരും പരിഗണിച്ചേ പോവുള്ളൂ. അത് വേറെ കാര്യം. ഇവർക്കിത് അറിയില്ലല്ലോ. ഇവർക്ക് വിചാരിക്കാൻ അങ്ങനെ വലിയ തീരുമാനമെടുത്തപ്പോൾ നമ്മളവരോട് ചോദിച്ചല്ലോ. എല്ലാവരും ചോദിച്ചു. ഇപ്പോൾ നമ്മളെ മാമുട്ടി ഹാജി, അവരെ ആണ്ടിൻ്റെ ദിവസമാണ് ഞായറാഴ്ച മുക്കം. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, മശായിഖിൻ്റെ തണൽ അവർക്ക് നൽകട്ടെ. ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തത് വന്യരായ സലാം ഉസ്താദിനെയാണ്. അള്ളാഹു അവിടുത്തെ ദർജയിനെയും ഉയർത്തി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മൗത്തായ ഉമ്മമാർ, സഹോദരിമാർ, കാരണവന്മാർ, ഇഖ്വാനീങ്ങൾ, ബന്ധുക്കൾ എല്ലാവർക്കും മശായിഖിൻ്റെ പ്രത്യേക തണൽ അള്ളാഹു നൽകട്ടെ. മുഹറം അഹ്ലുബൈത്തിൻ്റെ മാസമാണ്. ഇൻഷാ അള്ളാഹ് ഞാനതിലേക്ക് വരുന്നു. അപ്പോൾ ആ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമ മാമുട്ടിയാജി അടക്കം ചോദിച്ചു വന്നവരോട് ഞാൻ തന്നെ ചോദിച്ചിന്, പൊന്മള ആദ്യമായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയല്ലോ, പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോരണം, അവിടെ നിൽക്കാൻ പാടില്ല. പൊന്മള നേരിട്ടിനോട് പറഞ്ഞ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ ഒറ്റയ്ക്ക് പോയതല്ല, എല്ലാവരും കൂടി നമ്മളവിടെ കൊണ്ടുപോയി ആക്കി തന്നതാണ്. എന്താണ് പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ നോക്കാം. ഇയാൾക്ക് പ്രശ്നം പറയാൻ തീരും. ഇത് പ്രശ്നം ഉണ്ടെങ്കിലല്ലേ. മറ്റേ പിന്നെ പേരോട് പറഞ്ഞല്ലോ, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താ? അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടായില്ല, പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക. ഇതാണ് പോലെ അവസ്ഥ. അപ്പം അങ്ങനെ ഞാൻ പൊന്മുളയോട് ചോദിച്ചപ്പോൾ എന്നോട് 2 പ്രശ്നമാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ് മൂപ്പര് വരുന്നിടത്തൊക്കെ ആൾ കൂടുന്നുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞ മൂപ്പരെ കുഴപ്പമില്ലല്ലോ, ആൾക്കാരെ കുഴപ്പമില്ലേ. അതിപ്പോൾ നമ്മളെങ്ങനെ കുറ്റം പറയാം? ഒരു വർത്താനം ഇല്ല. പിന്നെന്താ കുഴപ്പം? ഭാവിയിൽ ഇനി എന്തെങ്കിലും ആയാലോ, നമ്മളായാലോ എന്ന് ചോദിച്ചാൽ എനിക്കാൾ ഉസ്താദൊന്നുമല്ലല്ലോ. ഈ ഉസ്താദാണീ തന്നെ ഇത് ചോദിക്കൂല. നമ്മൾ ഒന്നും വേണ്ടിയില്ല. ഇപ്പോൾ പ്രസൻറ്റിലുള്ളത് കൊണ്ട് സംസാരിക്കുക. ഫ്യൂച്ചറൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പ്രസൻറ്റിൽ നിന്നുകൊണ്ട് പറയും എന്താ കുഴപ്പം? ഒരു കുഴപ്പം പറയല്ല. നേരെ ഞാൻ ചോദിച്ചതാ. ആ ചോദ്യം മാമുട്ടിയാജി ചോദിച്ചതാ. മാമുട്ടിയാജിനെയും പിന്നെ കൂടെയുള്ള ആചാര്യം കൂടി കൊണ്ടുപോയിട്ടാണല്ലോ പിന്നെ മർക്കസിൻ്റെ ഉള്ളിൽ പിള്ളേരുമെല്ലാം ഇന്ന് ഒഴിവായി. നിങ്ങൾ പറഞ്ഞു ചുള്ളിക്കോടൊക്കെ പറഞ്ഞിരുന്നു. മൂപ്പര് പോയി അവിടുന്ന് പേരോടുണ്ട്. മൂപ്പരൊറ്റ ചോദ്യം, ഞങ്ങളുടെ ഉസ്താദിന് എന്താ കുഴപ്പം നിങ്ങൾ പറഞ്ഞെന്നാളീന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നാണ്. അതിൽ പേരോട് 1/2 മണിക്കൂർ വാഴ്ന്ന സമസ്ത മുഷാവറ എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ് അതാണ്. ഇതിൻ്റെ ഇത് പറയണില്ല. ഇപ്പം നമ്മളെ മന്നും മിന്നും കുടുങ്ങിയ മൊയിലേര് മറുപടി പറഞ്ഞാൽ ആ ഈ വാർത്ത മാത്രം വായിക്കണില്ല, ഈ അപ്പുറത്തെ വാദം ഇപ്പുറത്തെ വാദമൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെയാണ് ഈ വിഷയം പറയുന്നില്ല. അപ്പം മാമുട്ടിയാജി എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോൾ പേരോട് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇരുന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. മാമുട്ടിയാജി പറഞ്ഞു, ഇപ്പം അപ്പം മനസ്സിലായി, ഞങ്ങളെ ഉസ്താദിനൊരു കുഴപ്പമില്ല എന്നിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് പറയാൻ കഴിയണില്ലല്ലോ, നിങ്ങളെ വയതല്ല ഞാൻ അന്വേഷിച്ച് എന്താണ് പ്രശ്നം. അവസാനം പറഞ്ഞത് ശരിയാവില്ല, നിങ്ങളെ APLയുടെ അടുത്തേക്ക് നേര് ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും മതി. പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ പോവന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ധീരമായി ഇറങ്ങിപ്പോന്ന ആളാണ് മമ്മൂട്ടി ഹാജി. അതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. അതൊക്കെയാണ് ഉമറാ. നിൽക്കേണ്ടിടത്ത് നിന്നതാ, ഓലെ പേടിച്ചിട്ടില്ല. ഹക്ക് ഹക്കാണ്, ബാത്തില് ബാത്തിലാണ്.
നമ്മൾ 2013 മുതൽ ചോദിക്കുന്നു, എന്തുണ്ട് കുഴപ്പം? അന്ന് പലങ്ങോട്ട് ഉണ്ടാക്കി ഓർമ്മല്ലേ? ആ കാലത്ത് ആൾക്കാരൊക്കെ ചോദിച്ചല്ലോ, ഇതരെ നമ്മളെ സ്റ്റേജിലുണ്ടായിരുന്നു, എന്താ പ്രശ്നം, എന്താ സംഗതി? അപ്പോൾ പേരോട് ഒരു സ്ഥലത്ത് നിന്ന് എന്താണെന്നറിയോ, അതാ ജോൻസന്മാരെ സമീപത്തേക്ക് ആളെ പറഞ്ഞേക്കാറുണ്ട്. അലുവാ ത്വരീഖത്ത് പച്ചയായ കള്ളത്തരം എന്ന് പറഞ്ഞാൽ കെദാബ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലപ്പുറം ഒരു സീഗ ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് ഞാനതിനെ ഉദ്ധരിച്ചെന്ന് നിങ്ങൾ കെ ഉസ്താദിനെ കുറിച്ച് ഈ ചങ്ങായി പറഞ്ഞെന്ന കാര്യങ്ങൾ കേട്ടു എന്നൊക്കെ പറയും. പച്ചക്കള്ളമാണെന്ന അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചു. അന്നത്തെ ആളെ പ്രസംഗം കേട്ടു നോക്കി. വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ശൈഖാണെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ ശംസിയ്യ ത്വരീഖത്തിനെ കുറിച്ച്, കൊറ്റൂർ തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച്, അങ്ങനെ പോയിട്ട് ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, നൂരിഷാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാള് ശൈഖാണെന്ന് പറഞ്ഞു ദുആർക്കാൻ നടന്നിരുന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ ഒരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയ ഒരു ഹാഫിദ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല, വൈദ്യരെടുത്തല്ല, മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരെടുത്ത് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. എത്ര നോണെ ഒരു ശ്വാസത്തിൽ പറഞ്ഞ് ജോൻസ്യന്മാരുടെ അടുത്തേക്ക് ശൈഖുന ആളെ പറഞ്ഞയച്ചു. എന്താ ഈ പറയണത്? മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം എത്തിയാൽ പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞേക്കണ്ടിട്ടോ. ശൈഖുനാന്റെ അടുത്തൊരു സംഭവം എത്തിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കണം. അത് അവിടുന്ന് പരിഹരിച്ചു കൊടുക്കാനല്ലേ ഉള്ളൂ. നമ്മളിവരോട് ചോദിച്ചു, എല്ലാവരും ഒറ്റയടിക്ക് ചോദിച്ചു, പറയ് ആ സംഭവം തെളിയിക്കണം. എത്ര വേദി നന്ദി കുറ്റ്യാടിയിൽ പോയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഏത് ജോൺസിൻ്റെ അടുത്തേക്ക് ആരെയാ പറഞ്ഞയച്ച്? ആലുവ ത്വരീഖത്തിന്റെ ഏജന്റ് ആരെയാ പറഞ്ഞയച്ച്? ആരാണ് ആള്? നിരന്തരം നമ്മൾ ചോദിച്ചിട്ട് പിന്നെ വേണ്ടിയില്ല. കാരണം ഇല്ല, പച്ചയായ കള്ളം. മൂപ്പരാണെങ്കിലോ ബോധ്യപ്പെടാത്തത് പറയൂല, ബോധ്യപ്പെട്ടത് പറയല്ല ജീവിതത്തിൽ. ഇതേ സംഭവമാണ് ശംസുൽ ഉലമയിലും ഇയാൾ നടത്തിയത്. അല്ല, ശംസുൽ ഉലമ ഇത് ചോദിച്ചതല്ല, ഇയാൾ കള്ളത്തരം പറഞ്ഞതാണ്. ആ കള്ളത്തരം പിന്നീട് എന്ത് ചെയ്തു എന്നറിയോ? വളരെ കറക്റ്റായിട്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന്, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശംസുൽ ഉലമ വഹാബിന്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞേ, ഇപ്പൊ വഹാബിന്റെ കൂടെ നിന്ന് പോലെ നീച്ചു വരുന്നുണ്ടോ? ശംസുൽ ഉലമക്ക് സുന്നിയിൽ നിന്ന് മാറ്റണ്ടായി എന്നാ പറഞ്ഞ്, ബലിഞ്ഞ് മാറാൻ വല്ലതും ബാക്കിയുണ്ടോ? അതിന്റെ തെളിവെന്താ? മാറിയെന്ന് വഹാബി തന്നെ പറയാണ്. മനസ്സിലായില്ല? ശംസുൽ ഉലമക്ക് മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ ആ മാറ്റം ആദ്യം പറയുന്നത് ആരാ? വഹാബി ആയിരിക്കും. കാരണം വഹാബിക്കെതിരെ ആഞ്ഞടിച്ച ആളാണ് ശൈഖുന ശംസുൽ ഉലമ. കൊട്ടപ്പുറം സംവാദത്തിന്റെ എല്ലാം ശംസുൽ ഉലമയാണ്, ഉസ്താദിനെ നിയമിക്കുന്നത് വരെ. ആ ശംസുൽ ഉലമ തറാവീഹിലും കൈകെട്ടിലൊക്കെ മാറ്റി ആകെ മനംമാറ്റമുണ്ടായെങ്കിൽ അത് ആദ്യം പറയേണ്ടത് വഹാബിയല്ലേ? നിങ്ങൾ കേട്ടില്ല? വഹാബി ഏടെങ്കിലും പറയുന്നത് ശംസുൽ ഉലമക്ക് മാറ്റമുണ്ടായി? ഏടെയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നും ശംസുൽ ഉലമക്കെതിരെ വഹാബി ആഞ്ഞടിക്കുകയാണ്, നമ്മൾക്കെതിരെ പറയുന്ന പോലെ തന്നെ. എന്നാലോ ഈ പറഞ്ഞ ആളെ എടത്തി, പേരോടെ എടത്തി, ഈ പറഞ്ഞ AP ടീമും ഈ ബിസിനസ്മാനൊക്കെ എടത്തി അവരെ കാര്യം. ശംസുൽ ഉലമക്ക് മനം മാറ്റമുണ്ടായി
എന്നു പറഞ്ഞ പച്ചക്കള്ളം അത് പൊളിയുകയും അതേ സംഭവം അതിരൂക്ഷമായി ഇവരെ കുറിച്ച് തെളിയിക്കപ്പെടുകയും ചെയ്തു. സത്യമല്ലേ ഇത്? ശംസുലമയുടെ ശാപം കിട്ടിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. വഹാബികളല്ലേ അവിടെ പറയുന്നത്? അതും ഏത് വഹാബി? അതിനാ ബുദ്ധിയുള്ള ബാലുശ്ശേരി അടക്കം. ഏറ്റവും താന്ന് ചിന്തിക്കുന്ന ആളാ മുജാഹിദ് ബാലുശ്ശേരി. അതിനത്രയും അന്തമുള്ളൂ. പക്ഷെ അയാൾക്ക് വരെ മനസ്സിലായി മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം ഉണ്ടായപ്പോൾ എതിർത്തോൽ ആരാന്നും ബാലുശ്ശേരിക്ക് മനസ്സിലായി. ശംസുലമക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കുരുത്തക്കേട്. മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് വന്നോട്ടെ. പേരോടിനൊരു കുറ്റബോധം. പുതിയ ക്ലിപ്പാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. ഒരു പുതിയ ക്ലിപ്പാ. പേരോട് ഈ സമൂഹത്തിന്റെ പലതും കണ്ട് ഇടക്ക് മൂപ്പർക്ക് ഒരു മടുപ്പ് വന്നു. അത് ഇടക്ക് മൂപ്പര് ഇബിലീസ് പിടിച്ചെക്കുന്നിടത്തുനിന്ന് അങ്ങ് വിട്ടുവിടുമ്പോൾ മൂപ്പര് ചില യാഥാർത്ഥ്യം പറയും. അപ്പൊ മൂപ്പര് ഖുർആനായത്ത് ഓർമ്മ വരും, ഹദീസ് ഓർമ്മ വരും, ഇബാറത്ത് ഓർമ്മ വരും. മൂപ്പര് ചില ഹക്ക് വിളിച്ചു പറയും. ഹക്ക് വിളിച്ചു പറയുമ്പോൾ നൗഷാദിനും തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സക്കാഫിക്കും പ്രാന്തെടുക്കും. ഓരോ അവിടെ ചെല്ലും മൂപ്പര് കുറെ ചീത്ത അറിയും. ഇപ്പൊ അങ്ങനെയുള്ളത്. അതിൽ പേരോട് ഇപ്പൊ ലേറ്റസ്റ്റ് നടത്തിയൊരു പ്രസംഗം ഉണ്ടല്ലോ, എനിക്ക് രോമാഞ്ചം ഉണ്ടായിപ്പോയി. ഞാൻ അന്ന് ആ ക്ലിപ്പ് ഫസ്റ്റ് ഇട്ടിട്ട് പേരോടിന് വേണ്ടി ദുആ ചെയ്തു. 2000 ഒരു അബൂജഹലിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് റസൂൽ ദുആ ചെയ്തല്ലോ, അതുപോലൊരു ദുആ. കണ്ണകള് അവിടെ വരെ എത്തി കാര്യം. അയാളെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണേന്ന് മുജാഹിദ് ബാലുശ്ശേരി ദ്വാരക്കുകയാണ്. ശംസുലമയെ കുറിച്ച് കള്ളത്തരം പറഞ്ഞപ്പോ അത് ഒറിജിനാലിറ്റിയായി ഇവിടെ സംഭവിക്കുകയാണ്. അത് ആര് വരെ രേഖപ്പെടുത്തുകയാണ്? മുജാഹിദുകൾ വരെ, മുജാഹിദിലെ മുജാഹിദ് വരെ. ഒന്നല്ല രണ്ടല്ല, എത്രണ്ണമാണ് നിങ്ങൾക്ക്? ഒന്നുകൂടി ബാലു ഒന്നുകൂടി വന്നോട്ടെ. ഒരൊറ്റ സിദ്ദീഖിന്റെ പേര് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിനാണ്. എന്നാ പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടി കേൾക്കാണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പൊ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാള് പേരോട് അതിന് മനസ്സക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിന്റെ ക്ലിപ്പ് കേൾക്കാം. കണ്ണങ്ങള് അപ്പൊ അയാൾ പകുതി എത്തിയിട്ടുണ്ട്. സലഫി പറഞ്ഞല്ലോ ഇവിടെ കസേര വീണ്ടും ഇങ്ങോട്ട് പോരി. എന്നാ പോലെ എല്ലാരെ കുറിച്ച് അതാണോ പറയണത്? ഒരിക്കലുമല്ല. നമ്മളെ കുറിച്ച് പറയുന്നത് എന്താ? പണ്ട് ഇ കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഭാഷയിലാണ്. നിങ്ങൾ കേട്ടിന് ഏടെങ്കിലും കുരുവട്ടൂരികൾ പ്രസംഗിച്ചിട്ട് മുജാഹിദിന്റെ ആശയം പറഞ്ഞിരിക്കുന്നു, അവരിങ്ങോട്ട് പോരിന്ന് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് പറയില്ല. കാരണം എന്താ? നമ്മൾ മാലിം മൗലൂദ വിശദീകരിക്കണത്, മാലിക്കുൽ മുൽക്കാണ് ഔലിയാക്കൾ എന്നാ പറയണത്. അങ്ങനെ ബൽക്ക് പറ്റുമോ? നേരെ എതിര് നമ്മളാണ്. അതുകൊണ്ടാണ് ബാലുശ്ശേരി പറഞ്ഞ മൂർക്കം പാമ്പിനെയും നമ്മളെയും കണ്ടാൽ മൂർക്കം പാമ്പ് അടന്നോട്ടെ, ബലെടുത്ത് പോകാൻ പാടില്ല. അങ്ങനെയാണ് ഇ കെ ഉസ്താദ് നിർത്തിയത്. ബലകഥ അങ്ങനെയല്ല, അതും കൂടി പോകുമ്പോഴേ പൂർത്തിയാവുള്ളൂ. അവിടെ വന്നോട്ടെ. മൂർക്കം പാമ്പിനെയും നൗഷാദ് അസീനെയും കണ്ടാൽ മൂർക്കം പാമ്പിനെ അവിടെ വന്നോട്ടെ, മൊയ്ലിയാരെടുത്ത് നോടിക്കോളി. നിങ്ങൾ പിന്നെ തിരിഞ്ഞൊക്കെ ചെയ്യരുത്. ഓന്റെ കാറ്റ് തട്ടിയ നരകത്ത് പോകും. മനസ്സിലായിക്കോളി. അത്ര വലിയ വിഷജീവി അതൊക്കെ. ഉറപ്പല്ലേ? ഞങ്ങളെ വിഷം കൊണ്ടല്ലേ നിങ്ങൾ മുഴുവനും ചത്തുപോകുന്നത്. പഴയ വഹാബിയും പുതിയ വഹാബിയും ഒക്കെ കാറ്റ് തട്ടിയാൽ തന്നെ തെറിച്ചു പോകാൻ നിങ്ങൾ ഉള്ളൂ എന്നല്ല ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്, അയാളുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്. ഇതേ സമയത്ത് അവരൊന്നടങ്കം, അത് അനീഫ് മൗലവി ആയാലും അത് പിന്നെ വേറെ ഹുസൈൻ സലഫി ആയാലും എല്ലാവരും ഇജ്മാൻ പറയണല്ലോ. സമയമില്ലല്ലോ, അതുകൊണ്ട് ഓരോന്നും കേൾപ്പിക്കണില്ല. വിഷയം ശംസുൽ ഉലമക്ക് മനം മാറ്റം വന്നു എന്ന് പറഞ്ഞ ആളുകൾ അവര് പച്ചക്കള്ളമാണ് പറഞ്ഞിരുന്നത്. ശംസുൽ ഉലമയെ നമുക്ക് തെറ്റിദ്ധരിപ്പിച്ചു തന്നതാണ്.